ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്മസ് നോമ്പിൻ്റെ 12ാമത്തെ ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ കുർബാനയിലെ വായനകളെക്കുറിച്ചാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ 4 വായനകളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ വായന പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ള വായനയാണ്. പഴയ നിയമത്തിലെ 2 വായനകൾ, ലേഖനം, സുവിശേഷം, അങ്ങനെയാണ് ക്രമീകരണം. പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ളതാണ് ആദ്യത്തെ വായന. പഴയ നിയമ പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് പഞ്ചഗ്രന്ഥി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വായന ഈ 5 പുസ്തകങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ പുസ്തകങ്ങളെയും കൂടെ കൂട്ടി പഴയ നിയമത്തിലെ നമ്മൾ പൊതുവെ പ്രവാചകന്മാരുടെ ഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത്. അതിനിടയ്ക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്, എങ്കിലും പൊതുവെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമത്തിൽ പഴയ നിയമം പൂർത്തീകരിച്ച് പുതിയ നിയമത്തിലേക്ക്, ഈശോയിലേക്ക് എത്തുന്നൊരു കാര്യമാണ് ക്രമീകരിക്കുക. അപ്പോൾ നിയമവും പ്രവാചകന്മാരും, പഞ്ചഗ്രന്ഥിയെ നിയമങ്ങളുടെ പുസ്തകം, മോശയുടെ പുസ്തകം എന്നൊക്കെ വിശേഷിപ്പിക്കും. അപ്പോൾ നിയമവും പ്രവാചകന്മാരും കൂടി ചേരുമ്പോഴാണ് പഴയ നിയമം പൂർത്തിയാവുക. അതിനെ സൂചിപ്പിക്കാനാണ് 2 പഴയ നിയമ വായനകൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആഘോഷമായ ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ഒരെണ്ണമാണ് വായിക്കാറുള്ളൂ പഴയ നിയമത്തിൽ നിന്ന്. ശരിക്കും 2 വായനകളുണ്ട്. അത് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നതാണ്. പിന്നെ അടുത്തത് ലേഖന വായനയാണ്. അപ്പോസ്തലന്മാർ യേശുവിൽ നിന്ന് കേട്ട വചനങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പങ്കുവച്ചപ്പോൾ ആ ജനങ്ങൾ എങ്ങനെയാണോ ശ്രദ്ധിച്ചിരുന്ന് കേട്ടത് അതുപോലെ. അപ്പോൾ ലേഖനം വായിക്കും ചിലപ്പോൾ ഓൾട്ടർ പോയി ആകാം, ചിലപ്പോൾ ചെമ്മാച്ചന്മാരാരെങ്കിലും ആയിരിക്കാം. പക്ഷേ നമ്മൾ കാണേണ്ടത് പൗലോസ് ലീഹ അല്ലെങ്കിൽ പത്രോസ് ലീഹ അല്ലെങ്കിൽ നമ്മുടെ ശ്രീഹന്മാരിൽ ആരാണോ എഴുതിയത്, അവർ നമ്മളോട് നേരിട്ട് വന്ന് അവരെ ക്രിസ്തു അനുഭവം പങ്കുവയ്ക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അതിൽ പങ്കുചേരാനായിട്ട്. സുവിശേഷ വായനയെക്കുറിച്ച് നാളെ പറയാം. അപ്പോൾ എന്തായാലും ഈ വായനകൾ ഇങ്ങനെ 4 ഉണ്ട് എന്ന് പൊതുവെ അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ലേഖനം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ അപ്പോസ്തലന്മാരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് പോലെ അതുപോലെ കേട്ടിരിക്കാനായിട്ട് പരിശ്രമിക്കുക. സന്മനസ്സുള്ളവർക്ക് സമാധാനം.